മക്കളെ, ശ്രുതി ടീച്ചറാണ്. USS പരീക്ഷയിൽ സാധാരണ മക്കളെ വട്ടം കറക്കാറുള്ള ഒരു ചോദ്യമുണ്ടേ. അത് ഇങ്ങനെയാണ്: വാക്യശുദ്ധി അല്ലെങ്കിൽ പദശുദ്ധി എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കുറേ വാക്കുകളുണ്ട് അല്ലേ? അപ്പം നമ്മൾ വിചാരിക്കും അത് ശരിയാണ് എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരിയാണ് ആര്? സുഗതകുമാരി ടീച്ചർ. സുഗതകുമാരി ടീച്ചറെ നമ്മൾ എഴുത്തുകാരി എന്നതിലപ്പുറം കവയിത്രി എന്നുകൂടെ പറയാറുണ്ട്. പക്ഷെ അത് എഴുതുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. കവിയത്രിയാണോ? സാധാരണ നമ്മൾ കുമാരനാശാൻ ഒരു കവിയാണ്, ജി ശങ്കരക്കുറുപ്പ് ഒരു കവിയാണ് എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ സുഗതകുമാരി ടീച്ചറിലേക്ക് വരുന്ന സമയത്തും ബാലാമണി അമ്മയിലേക്ക് വരുന്ന സമയത്തൊക്കെ കവിയത്രി എന്ന് സാധാരണ തെറ്റായിട്ട് എഴുതാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ 4 ഓപ്ഷനുകൾ നിങ്ങൾ കാണുന്നുണ്ട്. ഒന്ന് കവയത്രിയാണ്, ഒന്ന് കവിയത്രിയാണ്, ഒന്ന് കവിയത്രിയാണ്, ഒന്ന് കവിത്രിയാണ്. ഇതിൽ ഏതാണ് ശരി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, സുഗതകുമാരി ടീച്ചർ തരാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കവിയത്രി എന്ന് പറയുന്ന സമയത്ത് ഇത് തെറ്റാണ്. കവിയാണ് നമ്മൾ സാധാരണ പറയാറ് എന്ന് കരുതി നമ്മളത് സ്ത്രീകളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്ത് പറയും? കവയിത്രി. ഇവിടെ ഏതാ ആദ്യത്തെ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. എന്താണ്? കവയിത്രി. ഒരിക്കലും കവിയിത്രിയല്ല, കവിയത്രിയുമല്ല, അതുപോലെ കവിത്രിയുമല്ല. സുഗതകുമാരി ടീച്ചർ ആരാണ്? ഒരു കവയിത്രിയാണ് അല്ലെ? കവയിത്രിയാണ്, മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവയിത്രിയാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഇതുപോലെ നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന മറ്റൊരു വാക്കാണ് അടിമത്തം അടിമത്തം. ഇത് കാണുമ്പോൾ തന്നെ എല്ലാവരും ചാടിക്കേറി ഓപ്ഷൻ ബി അടിമത്തം എന്ന് പറയാറുണ്ട്. പക്ഷേ മക്കളെ, അതല്ല, അടിമത്തം എന്നുള്ളതാണ് ശരിയായ പദം. അപ്പം മറന്നു പോകരുത് ഇത്തരം വാക്കുകൾ വരുന്ന സമയത്ത്. ഇനി ഞാൻ മറ്റൊന്ന് പറഞ്ഞോട്ടെ. നമ്മൾ ചമ്പാരൻ സത്യാഗ്രഹം എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? അതിൽ എഴുതുന്ന സമയത്ത് എല്ലാവരും സത്യാഗ്രഹം എന്ന് നീട്ടി അങ്ങ് എഴുതും. അത് തെറ്റാണ്. സത്യാഗ്രഹമല്ല. ശരിയായ പദം ഏതാണെന്ന് ചോദിച്ചാൽ സത്യഗ്രഹം എന്നുള്ളതാണ്. ഏതാണ് ശരി ഉത്തരം? സത്യഗ്രഹം. നമ്മൾ സത്യഗ്രഹം എന്ന് മാത്രമാണ് പറയാൻ പാടുള്ളൂ. ഇനി ഇതാ. അപ്പൊ മക്കളെ, ഇത്തരം പദങ്ങൾ പദശുദ്ധിയുടെ ഭാഗത്ത് വരാറുണ്ട്. എപ്പോഴും കൺഫ്യൂഷൻ ആവുന്നതാണ്. അച്ഛൻ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പദമാണ് അച്ഛൻ എന്നുള്ളത് അല്ലേ? അച്ഛൻ നിങ്ങൾ എങ്ങനെയാണ് എഴുതാറുള്ളത്? ചായും അതിൻ്റെ അടിയിലൊരു ചാ അല്ലേ? ചായും കൂടെ ചേർന്നിട്ടാണ്. അല്ലാതെ അച്ഛനല്ല, കച്ചയുടെ ചായ അല്ല അച്ഛന് എഴുതേണ്ടത്. അങ്ങനത്തെ കുറേ വാക്കുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം പദശുദ്ധിയുടെ ഭാഗത്ത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. കല്യാണം, സന്യാസി, ആകാംക്ഷ എങ്ങനെയാണ് എഴുതുക? വെറുതെ ഒന്ന് പേപ്പറിലൊന്ന് എഴുതി നോക്കൂ. ഇത്തരം പദങ്ങളൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, ഇതുപോലെ വ്യത്യസ്തമായ ചോദ്യങ്ങൾ, പല ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഓൺലൈൻ ബാച്ചായ അവഞ്ചേഴ്സ് കടന്നു പോകുന്നത്. പാഠം എടുക്കുന്നതിൻ്റെ ഇടയിലും മലയാളത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മുടെ ചാപ്റ്റേഴ്സൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ ടീച്ചർ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട്. എല്ലാ വിഷയത്തിലും ഇങ്ങനെ തന്നെയാണ് നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിൽ സംഭവിക്കാറുള്ളത്. ഇതുവരെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇതാ ഇപ്പോൾ ഒരു മെഗാ 30 ഓഫർ മുന്നിലുണ്ട്. ഒരു 30% ഓഫർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അവഞ്ചേഴ്സ് ബാച്ചിലേക്ക് ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ താഴെ കാണുന്ന ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർത്തിട്ട് ഡെയിലി ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകളുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുള്ള ഈ ഒരു അടിപൊളി ബാച്ചിലേക്ക് ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവരും ബാച്ചിലുണ്ടാവണം കേട്ടോ.